2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. മൂന്നാം തവണയും നരേന്ദ്രമോദി നയിക്കുന്ന ബിജെപിയും എൻഡിഎ മുന്നണിയും തന്നെ അധികാരത്തിൽ വരുമെന്ന് സർവേകൾ ഒരേ സ്വരത്തിൽ പറയുന്നു. കഴിഞ്ഞ തവണത്തേതുപോലെ ഗുജറാത്തും ഹിന്ദി ഹൃദയഭൂമിയും ഒന്നടങ്കം കാവി പുതയ്ക്കുമെന്ന പ്രവചനം വരുമ്പോൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി വങ്കനാടും ദക്ഷിണേന്ത്യയും കൂടി മാറി ചിന്തിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമായി വരുന്ന ഏതാനും നഷ്ടങ്ങൾ ഒട്ടും ബാധിക്കാതെ നോക്കാൻ ഇതിലൂടെ ബിജെപിക്ക് സാധിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രമുഖ ഏജൻസികളുടെ സർവേകളെല്ലാം 2014 2019 സമാനമായി എൻഡിഎ മുന്നണിക്ക് മൂന്നാം ഊഴം പ്രവചിക്കുന്നുണ്ട്. എന്നാൽ 400 സീറ്റുകൾ നേടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബിജെപിയുടെയും അവകാശവാദത്തിന് തുല്യമായ സീറ്റ് നില സർവേകൾ പ്രവചിക്കുന്നില്ല. ബിജെപി ഇക്കുറി 370 സീറ്റുകളും എൻഡിഎ സഖ്യം 400 സീറ്റുകളും നേടുമെന്നായിരുന്നു 2 മാസം മുൻപ് പ്രധാനമന്ത്രിയുടെ പ്രവചനം. എന്നാൽ എൻഡിഎ സഖ്യം 350 മുതൽ 390 വരെ സീറ്റുകൾ സ്വന്തമാക്കിയേക്കാമെന്നാണ് വിവിധ സർവേകൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തിൽ അടുത്ത മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചുവെങ്കിലും ഇന്ത്യ സഖ്യത്തിന് സർവേകളൊന്നും തന്നെ മുന്നേറ്റം പ്രവചിക്കുന്നില്ല. ഇന്ത്യ മുന്നണി പരമാവധി 125 സീറ്റ് വരെ നേടിയേക്കാമെന്നാണ് സർവേകളുടെ പ്രവചനം. എൻഡിഎ ഇക്കുറി ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയമേഖല നിലനിർത്തുകയും ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു കയറുകയും ചെയ്യുമെന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. കർണാടകയിൽ ബിജെപിയുടെ അംഗബലം താഴേക്ക് പോകുമെങ്കിലും തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ അക്കൗണ്ട് തുറക്കുകയും ആന്ധ്രയിൽ ടിഡിപിയുമായുള്ള സഖ്യത്തിലൂടെ നില മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പൊതുനിരീക്ഷണം. ഹിന്ദി ഹൃദയഭൂമിയിൽ ഇക്കുറി ബിജെപിക്ക് സീറ്റെണ്ണം കുറയുമെന്നാണ് പൊതുപ്രതീതി ഉണ്ടായിരുന്നത് എങ്കിലും ഉത്തർപ്രദേശിൽ എൻഡിഎക്ക് 69 സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് 11 സീറ്റുകളുമാണ് റിപ്പബ്ലിക് പി-മാർക്ക് സർവേ പ്രവചിക്കുന്നത്. മൊത്തം 80 സീറ്റുകളാണ് യുപിയിൽ. 2014 യുപിയിൽ എൻഡിഎ സഖ്യം 73 സീറ്റും, അതായത് ബിജെപി 71, അപ്നാദൾ 2 എന്നിങ്ങനെ നേടിയിരുന്നു. 2019 64 സീറ്റ്, കൃത്യമായി പറയുകയാണെങ്കിൽ ബിജെപിക്ക് 62, അപ്നാദൾ 2 നേടിയിരുന്നു. വോട്ടെണ്ണൽ മാറ്റി നിർത്തിയാൽ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉദ്വേഗജനകമായ ദിവസം തന്നെയാണ് എക്സിറ്റ് പോളിന്റേത്. മണിക്കൂറുകൾ മാത്രം അകലെയുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രതിഫലനം ഇതിൽ കാണുമെന്ന പ്രതീക്ഷയോടെയാണ് രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് കാത്തിരിക്കുന്നത്. വോട്ട് ചെയ്തിറങ്ങിയവരുമായി സംസാരിച്ചാണ് എക്സിറ്റ് പോൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ പ്രവചനം യഥാർത്ഥ ഫലവുമായി അടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുമുണ്ട്, ചിലപ്പോൾ തീർത്തും പിഴച്ചു പോകാറുമുണ്ട്. കഴിഞ്ഞ വർഷം മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന സംസ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നപ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളും തെലങ്കാന ഫലം ശരിയായി പ്രവചിച്ചു. ഛത്തീസ്ഗഡിൽ എല്ലാവർക്കും തെറ്റി. രാജസ്ഥാനും മധ്യപ്രദേശും ചിലർ ശരിയാക്കി, ചിലർ തെറ്റിച്ചു. 2014 2019 കേന്ദ്രത്തിൽ ബിജെപി ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ എക്സിറ്റ് പോളുകൾക്കൊന്നും തന്നെ സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ ബിജെപിയുടെ ഭൂരിപക്ഷം ഇത്രത്തോളം വരുമെന്ന് ആരും മനസ്സിലാക്കിയില്ല. ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യമുയർത്തി പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട 2004 പ്രവചനങ്ങൾ പാടെ പിഴച്ചത്. ബിജെപി അധികാരത്തിൽ തുടരുമെന്നായിരുന്നു മിക്ക എക്സിറ്റ് പോളുകളുടെയും പ്രവചനം. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യുപിഎ മാത്രമാണ് ഭരണത്തിലേറിയത്. 2009 യുപിഎക്ക് ക്ഷീണമുണ്ടാക്കുമെന്നാണ് മിക്കവാറും എല്ലാവരും പ്രവചിച്ചത്. എന്നാൽ അതും തെറ്റി. കേരളത്തിൽ യുഡിഎഫ് 17 മുതൽ 19 വരെ സീറ്റുകൾ നേടുമെന്നാണ് ABC വോട്ടർ സർവേ പറയുന്നത്. എൻഡിഎ 1 മുതൽ 3, LDF 0 എന്നാണ് പ്രവചനം. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. DMK നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് 33 മുതൽ 37 സീറ്റുകളാണ് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത്. ന്യൂസ് 18, ABPC വോട്ടർ തുടങ്ങിയ സർവേ റിപ്പോർട്ടുകളും ഇന്ത്യ സഖ്യം 38 സീറ്റുകൾ വരെ നേടുമെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്നായിരുന്നു ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോൾ ഫലം. കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വിജയിക്കാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ ഫലം മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട്ടിൽ ബിജെപി 1 മുതൽ 3 വരെ സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. DMKയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം 36 മുതൽ 39 വരെ സീറ്റുകൾ നേടുമെന്നും ഫലം പ്രവചിക്കുന്നുണ്ട്. പ്രതിപക്ഷമായ AIADMKക്ക് 2 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ ഫലം മുന്നോട്ട് വയ്ക്കുന്നത്. കർണാടകയിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വമ്പിച്ച വിജയം വെളിപ്പെടുത്തുന്നുണ്ട്. PMRQ, ABPC വോട്ടർ, ന്യൂസ് 18 തുടങ്ങിയ വിവിധ സർവേകൾ നടത്തിയ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ 28 സീറ്റുകളിൽ 19 മുതൽ 25 വരെ സീറ്റുകൾ നേടാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക്, അതായത് BJP നേതൃത്വത്തിലുള്ള NDAക്ക് സാധിക്കുമെന്നാണ്. നേരെ മറിച്ച് കോൺഗ്രസ്, അതായത് YSRCP 3 മുതൽ 8 വരെ സീറ്റുകൾ നേടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കർണാടകയിൽ 2 ഘട്ടങ്ങളിലായി ഏപ്രിൽ 26, മെയ് 7 തീയതികളിലായി 28 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2024 28 സീറ്റുകളിൽ 25ലും BJP മത്സരിച്ചു. ജനതാദളിന് 3
മാത്രം വിട്ടുകൊടുത്തപ്പോൾ കോൺഗ്രസ് സ്വതന്ത്രനായി മത്സരിച്ചു. ഏപ്രിൽ 26-ന് ഹാസൻ മണ്ഡലത്തിൽ JDS നേതാവും നിലവിലെ MP-യുമായ പ്രജ്വൽ രേവണ്ണ സ്ത്രീകൾ ഉൾപ്പെട്ട വീഡിയോകൾ പ്രചരിപ്പിച്ചതോടെ രാഷ്ട്രീയ അന്തരീക്ഷം രൂക്ഷമായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 25 സീറ്റുകളും കോൺഗ്രസും JDS ഒരു സ്വതന്ത്രനും ഓരോ സീറ്റും വെച്ച് നേടി. BJPയുടെ ശക്തമായ പ്രകടനം പ്രവചിച്ചിരുന്ന കർണാടകയിലെ 2019 ലോക്സഭാ എക്സിറ്റ് പോളുകളോട് യോജിച്ചുകൊണ്ടായിരുന്നു ഇത്. എന്നാൽ സർവേ ഫലം അംഗീകരിക്കാനാകില്ല എന്നാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ പറയുന്നത്. BJPക്കും പ്രധാനമന്ത്രിക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ സഖ്യം 295 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. കർണാടകയിൽ കോൺഗ്രസ് തകർന്നടിയുന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തള്ളി PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറും രംഗത്തെത്തിയിരുന്നു. 28 സീറ്റുകളുള്ള സംസ്ഥാനത്ത് കോൺഗ്രസ് 3-ൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് ശിവകുമാറും വ്യക്തമാക്കി. എന്നാൽ കേരളത്തിൽ UDF, LDF മുന്നണികൾ രൂക്ഷ വിമർശനമാണ് ഈ സർവേക്കെതിരെ ഉന്നയിക്കുന്നത്. BJPയുടെ പ്രതീക്ഷയ്ക്ക് നാളെ രാത്രി വരെ മാത്രമാണ് ആയുസ് എന്നാണ് മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നും കിട്ടാത്തവർക്ക് 48 മണിക്കൂർ മാത്രം സന്തോഷിക്കാനാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നടിച്ചിരുന്നു. ആറ്റിങ്ങലിൽ BJP ജയിക്കുമെന്ന ഫലം കണ്ട് അവിടെ സ്ഥാനാർത്ഥിയായി V മുരളീധരൻ പോലും ഞെട്ടിയെന്നും അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിൽ LDF-നേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP പ്രഖ്യാപിക്കുന്നവരുടെ വിധേയത്വം ജൂൺ 4-ന് തുറന്നു കാട്ടപ്പെടുമെന്നാണ് MV ജയരാജൻ പറയുന്നത്. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല എന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറയുന്നുണ്ട്. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ യാഥാർത്ഥ്യമല്ല എന്നും ഓരോ പത്രമാധ്യമങ്ങളും അവരുടെ ഹിതമനുസരിച്ചാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ വിശ്വാസമല്ല എന്നും K സുധാകരൻ പറഞ്ഞു.